ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. എമ്പുരാന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് നേട്ടങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ സിനിമയുടെ ബുക്കിങ്ങിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളുമാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് ഏത് ദിവസം ഒരു ഘട്ടത്തിൽ 10,000-ൽ താഴേക്ക് സിനിമയുടെ ബുക്കിംഗ് എല്ലാം തന്നെ പോയെങ്കിൽ പോലും ഇപ്പോഴത്തെ വീണ്ടും സിനിമയുടെ ബുക്കിംഗ് ശക്തി ആർജിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറിൽ 14,000-ലധികം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ എമ്പുരാന്റേതായിട്ട് വിറ്റഴിച്ചിരിക്കുന്നത്. ഇപ്പോഴും സിനിമ വളരെ മികച്ച ബുക്കിംഗ് ആണ്. മറ്റു പല മലയാളം സിനിമകളുടെ പോസിറ്റീവ് ലഭ്യമായ സിനിമകളുടെ ബുക്കിംഗ് വെച്ച് നോക്കുമ്പോഴെന്ന് നിസ്സംശയം പറയാം. 200 കോടിയിലധികം കളക്ഷൻ പിന്നിട്ട സിനിമ ഇനിയുള്ള ദിവസങ്ങളിലെ ബുക്കിങ്ങിനെയാണ് നേരിടുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിലും സിനിമയ്ക്ക് തുടർച്ചയായിട്ട് ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് വരുന്നുണ്ട്. 5 ദിവസങ്ങൾ കൊണ്ട് 200 കോടി ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ അടുത്ത മൈൽ സ്റ്റോൺ നേട്ടമായ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ആദ്യ 250 കോടി കളക്ഷനിലേക്കും സിനിമ ഉടനെ തന്നെ എത്തും. അടുത്ത ദിവസങ്ങളിൽ എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ചയ്ക്ക് മുന്നേ എത്തുമെന്നാണ് നിലവിലെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. കാത്തിരിക്കും അടുത്ത ദിവസങ്ങളിലെ ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ കേട്ടാം. ഇതിനിടയിൽ എമ്പുരാൻ എന്ന സിനിമ മറികടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ മലയാളം സിനിമകളെയല്ലോ, അന്യഭാഷാ സിനിമകളെയാണ്. പല പോസിറ്റീവും അതോടൊപ്പം തന്നെ അതല്ലാത്ത അഭിപ്രായങ്ങളും നേടിയെടുത്ത സിനിമകളെ മറികടന്ന സിനിമ ഏറ്റവും അവസാനമായിട്ട് ശങ്കറിന്റെ രാം ചരൺ നായകനെത്തിയ ഗെയിം ചേഞ്ചർ എന്ന ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ തെലുഗു ബിഗ് ബഡ്ജറ്റ് എമ്പുരാനേക്കാൾ ബഡ്ജറ്റുള്ള സിനിമയുടെ ഫൈനൽ കളക്ഷൻ മറികടന്നിരിക്കുകയാണ്. 185 കോടിയായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ്. ആ കളക്ഷനാണ് ഇന്നത്തെ കളക്ഷനോടെ എമ്പുരാൻ മറികടന്നിരിക്കുന്നത്. അതേസമയം അജിത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ തുനിവാണ്. 200 കോടിയോളം രൂപയായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ്. ആ കളക്ഷനും നമ്മുടെ ലാലേട്ടൻ സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ നിസ്സാരമായിട്ട് മറികടന്നിരിക്കുകയാണ്. മോളിവുഡിലെ ഏറ്റവും വിലപിടിപ്പുള്ള നടന്മാരിൽ ഒരാളാണല്ലോ പൃഥ്വിരാജ്. ആ നടൻ സംവിധാനം ചെയ്ത സിനിമയാണ് എമ്പുരാൻ. അതുപോലെ തമിഴ് സിനിമ ഇൻഡസ്ട്രിക്ക് വിലപിടിപ്പുള്ള നടന്മാരിൽ ഒരാളാണ് ധനുഷ് സംവിധാനം ചെയ്ത സിനിമകളിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്തത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ രായനാണ്. 158 കോടിയിൽ പരമായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ്. ആ കളക്ഷനും ഇപ്പോഴത്തെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ മറികടന്നിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എമ്പുരാൻ ബോക്സ് ഓഫീസിൽ ദിനപ്രതി നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി 250 കോടി എത്തുന്നതോടെ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ സിനിമ നേടിയെടുക്കും. കാത്തിരിക്കൂ അവ അടുത്ത ദിവസങ്ങളിൽ അറിയാനായിട്ട്.